നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പുനഃസംഘടനയിലേക്ക് കടക്കുന്നു. DCC തലത്തിലും KPCC തലത്തിലും അഴിച്ചുപണികൾ നടത്താനാണ് തീരുമാനം. സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് പകരം മാറ്റം അനിവാര്യമായ DCCകളിൽ കഴിയുന്നതും വേഗം പരിഷ്കാരം നടപ്പാക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. KPCCയിൽ പുതിയ അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാർക്കും കീഴിലെ ഭാരവാഹികളുടെ കാര്യത്തിലും ചില മാറ്റങ്ങളുണ്ടാകും. ആവശ്യമായ എല്ലാ തലങ്ങളിലും മാറ്റം വരും എന്ന് AICC നേതൃത്വമായിട്ടുള്ള യോഗത്തിന് ശേഷം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനി വൈകിപ്പിക്കരുതെന്നാണ് യോഗത്തിലെ ധാരണ. ഈ മാസം തന്നെ പുനഃസംഘടന നടത്താനാണ് തീരുമാനം. പാർട്ടി നേരത്തെ കൈക്കൊണ്ട തീരുമാനങ്ങൾ അതേപടി നടപ്പാക്കാതെ നിലവിലെ DCC അധ്യക്ഷന്മാരെ ഒഴിവാക്കാനും പുതിയ ആളുകളെ തീരുമാനിക്കാനും പുതിയ ചില മാനദണ്ഡങ്ങൾ കൂടി പരിഗണിക്കും. പ്രകടനം മോശമായ 9 DCC അധ്യക്ഷന്മാരെ മാറ്റാനാണ് സാധ്യത. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ഒഴികെ എല്ലാ DCC അധ്യക്ഷന്മാരെയും നീക്കിയേക്കും. ഇതിനായി പ്രതിപക്ഷ നേതാവ്, KPCC പാർലമെന്ററി പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരുമായി കൂടിയാലോചിച്ച് തുടർ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് AICC KPCC നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫലത്തിൽ കേന്ദ്ര നിരീക്ഷകരെ വിട്ട് താഴെത്തട്ടിൽ പഠനം നടത്തി അധ്യക്ഷരെ നിശ്ചയിക്കുന്ന AICCയുടെ പുതിയ പുനഃസംഘടനാ രീതി കേരളത്തിലുണ്ടാകില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് എന്നിവരുമായി ചർച്ച ചെയ്തത്. കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പങ്കെടുത്തു. അതേസമയം സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ KPCC ടീമിന്റെ 2 മാസത്തെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയാണ് AICC യോഗത്തിൽ പങ്കുവച്ചത്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അധ്യക്ഷൻ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് കൈമാറിയെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് AICCയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ കേരളത്തിൽ താഴെത്തട്ടിൽ പാർട്ടി സംവിധാനങ്ങൾ ദുർബലമാണെന്നാണ് ഹൈക്കമാൻഡിന് നേരത്തെ ലഭിച്ച റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃസംഘടന ഉടൻ നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏപ്രിലിൽ ഗുജറാത്തിൽ നടന്ന AICC സമ്മേളനത്തിൽ PCC, DCC നേതൃത്വത്തിൽ പുനഃസംഘടന നടത്താൻ നിർദ്ദേശമുയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാർ, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പുനഃസംഘടന വേഗത്തിലാക്കണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ പുനഃസംഘടനാ നടപടികൾ നിർത്തിവെച്ചിരുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കണമെന്നതാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ശക്തമാണെന്നും തിരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുകയും ഒറ്റക്കെട്ടായി തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്താൽ പാർട്ടിക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്നുമാണ് നേതൃത്വം വിലയിരുത്തുന്നത്. സുനിൽ കനകോലു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് AICC നീങ്ങുന്നത്. ഈ മാസം പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. ഡൽഹി AICC ആസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും KPCC അധ്യക്ഷനുമായും നേതൃത്വം ചർച്ചകൾ നടത്തും. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ പ്രാപ്തരായവരെ മാത്രം നേതൃത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം. പ്രവർത്തന രംഗത്ത് മികവ് കാട്ടുന്നവരെ മാത്രം നേതൃനിരയിലേക്ക് കൊണ്ടുവരിക, ജനകീയരെ മാത്രം തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക എന്നിവയാണ് AICC നിർദ്ദേശം. കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന മുഖ്യ വിഷയം ഗ്രൂപ്പിസമാണ്. 2 പ്രബല ഗ്രൂപ്പുകളും ഗ്രൂപ്പ് പരിഗണനയ്ക്കപ്പുറം നേതൃഗുണം മാത്രം പരിഗണിക്കുക എന്നതാണ് നിർദ്ദേശമെങ്കിലും ജില്ലാ അധ്യക്ഷന്മാരെ പരിഗണിക്കുമ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങളും പരിഗണിക്കേണ്ടി വരും. പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്തവരെ ഗ്രൂപ്പിന്റെ പേരിൽ നിർദ്ദേശിക്കേണ്ടതില്ലെന്ന് മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. KPCC ഭാരവാഹികളിൽ ആരെയൊക്കെ നിലനിർത്തണം, ആരെയൊക്കെ ഒഴിവാക്കണമെന്ന് അന്തിമ തീരുമാനം ഉടനുണ്ടാകും. ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചയും ഭാരവാഹി പട്ടികയെക്കുറിച്ചാണ്. KPCCയിൽ ഭാഗികമായുള്ള പുനഃസംഘടനയും DCC തലത്തിൽ ഭാരവാഹി പട്ടികയിൽ സമ്പൂർണ്ണ മാറ്റവുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥി സാധ്യത പട്ടികയും ഇതോടൊപ്പം തയ്യാറാക്കും. ത്രിതല പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. യുവ നേതാക്കൾക്ക് കൂടുതൽ ചുമതലകൾ നൽകുന്നത് തിരഞ്ഞെടുപ്പിൽ ഗുണകരമാവുമെന്ന സുനിൽ കനകോലുവിന്റെ നിർദ്ദേശവും AICC പരിഗണിക്കുന്നുണ്ട്. മധ്യ കേരളത്തിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയാണ് ഭരണം നഷ്ടപ്പെടാൻ കാരണമായതായി കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കാനുള്ള കർമ്മ പദ്ധതിയും കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ഒരു KPCC അധ്യക്ഷനെ കണ്ടെത്തണമെന്ന സുനിൽ കനകോലുവിന്റെ നിർദ്ദേശം സ്വീകരിച്ചാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. KPCC ജനറൽ സെക്രട്ടറിമാർ എന്നിവരിൽ ആരെയൊക്കെ മാറ്റണമെന്നതിലായിരിക്കും ചർച്ച. പ്രവർത്തന രംഗത്ത് സജീവമല്ലാത്തവരെ മാറ്റി പുതിയവരെ കൊണ്ടുവരാനാണ് പ്രധാനമായും നിർദ്ദേശം. അതേസമയം സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്.